ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തിക് കിൽക്കൂടിന്റെ വിശേഷം നോക്കിയാലോ. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെ സുഭാഷ് ഏട്ടൻ അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിധിയെ വിളിക്കുന്നുണ്ട്. നിധി വാ നമുക്ക് ദോശ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിധിക്ക് ദോശയൊക്കെ ചുട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ സുഭാഷ് ഏട്ടൻ. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സുധീഷ് നിധിയെ തിരക്കി അവിടേക്ക് വരുന്നത്. നിധിയെ പല സ്ഥലങ്ങളിലും വീടിൻ്റെ ഉള്ളിലൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് കേട്ടോ സുധീഷിന്റെ വരവ്. എന്തോ കാര്യമായിട്ട് നിധിയോട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സന്തോഷത്തിൽ വരുന്നത്. അങ്ങനെ അപ്പോഴാണ് നിധി ദോശ കഴിക്കുന്നത് കാണുന്നത്. എന്നും ഇവിടെ ദോശയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സുധീഷിന് അത് വേണ്ട, സുധീഷിന് വേറെ എന്തൊക്കെയോ വെറൈറ്റി ഫുഡൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരും കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ സ്വയം ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഇവിടെ എന്നും ദോശയൊന്നുമല്ലല്ലോ ഉണ്ടാക്കുന്നത്, പല ദിവസങ്ങളും പലതല്ലേ, എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കണം എന്നുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? സ്വയം ഉണ്ടാക്കി കഴിച്ചാൽ പോരെ. സുഭാഷ് ഏട്ടനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമ്മളെ നിധി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് അയ്യോ പൊന്നോമൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ നമ്മളെ നിധിയെ ഇങ്ങനെ ഇട്ട് കൊട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിധിക്ക് എന്തോ സുഭാഷ് ഏട്ടനോട് പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. സുഭാഷ് ഏട്ടനെ തിരിച്ചും ഒരു പെങ്ങളുട്ടി എന്നുള്ള ലെവലിൽ തന്നെയാട്ടോ സംസാരിക്കുന്നത്. എന്തായാലും നിധി നീ കഴിച്ച് വേഗം വാ, നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് സർപ്രൈസ് പറയുമെന്ന് പറയുമ്പോൾ ഇല്ല പറയില്ല, ആദ്യം നീ വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധി എത്ര തവണ ചോദിച്ചിട്ടും സുധീഷ് അതെന്താ കാര്യം എന്ന് പറയില്ല കേട്ടോ. അപ്പോൾ സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനോട് നിധി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഒന്ന് പറയാൻ പറയുന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല പറയില്ല, നീ ആദ്യം വാ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാട്ടോ എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് പുറത്ത് പോവാന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഇവൾക്ക് ഇത് എന്താണെന്ന് അറിയായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി കേട്ടോ. പക്ഷെ അവൾ വരില്ല, കാര്യം പറയാതെ വരില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സുഭാഷ് ഏട്ടൻ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കെയറിങ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ കെയറിങ്. അങ്ങനെ എന്തായാലും അവർ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് സുഭാഷ് ഏട്ടൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം സുധീഷിൻ്റെ കൂടെ ഈ സർപ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് നിധി പോവുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കാര്യം പറയുന്നുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്, നിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിധിക്ക് ഭയങ്കര സന്തോഷമാവട്ടോ ചെയ്യുന്നത്. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചൊരു കാര്യമായിരുന്നു. അന്ന് പോയിട്ടും നടന്നില്ല. അപ്പോൾ ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തനിക്ക് കിട്ടില്ല എന്ന് അവൾ ഉറപ്പിച്ച് വെച്ചതാണ്. പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് പോവുകയെന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അവർ കാറിന്ന് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോകുക കേട്ടോ. ഇന്ന് തന്നെ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓ ഇന്ന് തന്നെ കിട്ടാൻ ഇതെന്താന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ സുധീഷ് കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ പോകുന്നത്. യൂണിവേഴ്സിറ്റി പോയിട്ട് എന്തായാലും ഡയറക്റ്റ് അപ്ലൈ കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളെ നിധിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. സുധീഷിനാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഇത് അവന് കിട്ടിയൊരു ചാൻസും കൂടിയാണ്. നിധിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ ചെയ്തിട്ട് അവളോടുള്ള ഇഷ്ടം കാണിക്കുകയും ചെയ്യുക, എന്നാൽ തിരിച്ചുള്ള ഇഷ്ടം പിടിച്ചു പറ്റുകയും ചെയ്യുക എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ അവൻ ചിന്തിക്കുന്നത്. അങ്ങനെ അവർ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നുണ്ട്. ആ സമയത്ത് നിധിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി കാണുന്നത്. എനിക്ക് എന്തോ എത്രയോ തവണ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ, അത് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ സുധീഷ് എന്നൊക്കെ പറയുന്നുണ്ട്. താൻ പേടിക്കണ്ടോ, എല്ലാം ശരിയാവും, എനിക്കറിയുന്ന ആൾ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അന്ന് സുധീഷ് എന്തായാലും കാറിൽ നിന്ന് ഒരു മേഡത്തിനോട് സംസാരിച്ചിരുന്നില്ല. അപ്പോൾ അയമ്മയാണ് പറഞ്ഞത് ചൊവ്വാഴ്ച യൂണിവേഴ്സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഞാനെല്ലാം റെഡിയാക്കി തരാമെന്ന്. ആ ഒരു സന്തോഷത്തിലും ഉറപ്പിലും ധൈര്യത്തിലുമാണ് സുധീഷ് ഇത്രയും ഇതായിട്ട് നമ്മളെ നിധിയുടെ അടുത്ത് സംസാരിക്കുന്നത്, കിട്ടുന്നു തന്നെയുള്ള ഉറപ്പിൽ. അങ്ങനെ അവിടെ എത്തിയിട്ട് ആ മേഡത്തിനെ കാണുന്നു, അവർ സംസാരിക്കുന്നു. അപ്പോൾ സുധീഷിനാണെങ്കിൽ നിധിയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. സുധീഷാണെങ്കിൽ ആ മേഡത്തിനോട് ഭയങ്കരമായിട്ട് കൊഞ്ചി പഞ്ചാര അടിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിധിക്ക് എന്തോ പോലെ ആവും കേട്ടോ. എല്ലാവരോടും പഞ്ചാര അടിച്ചുകൊണ്ടാണല്ലോ ഇവന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഈ സുധീഷാണെങ്കിൽ ഇത് ചെയ്യുന്നത് നിധിയുടെ മുന്നിൽ അവൾക്കൊരു വിഷമം ഉണ്ടാവാനും അതുപോലെ തന്നെ ഒരു പൊസസീവ്നെസ്സും ദേഷ്യമൊക്കെ വരാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന കേട്ടോ. അല്ലാതെ അവന് അറിയാതെ അങ്ങനെയുള്ള അവൻ്റെ സ്വഭാവമല്ല, ഇവളുടെ മുന്നിലൊന്ന് ക്യാരക്ടർ ചേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് കിട്ടും എന്നുള്ള ലെവലിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ നിധിയോട് പറയുന്നുണ്ട്, ഞാൻ മാഡം ഒരു ആപ്ലിക്കേഷൻ ഫോമിന് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, അപ്പോൾ അതുമായിട്ട് വരുമ്പോൾ നീ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് അവൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വന്നോളൂ കേട്ടോ എന്ന് പറയുമ്പോൾ ഇവൾക്ക് ആകെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. കാരണം അവളുടെ സർട്ടിഫിക്കറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത്രയും പെട്ടെന്ന് യാതൊരുവിധ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടുക എന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ സുധീഷിനോട് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഒരു സന്തോഷമുണ്ട്. പക്ഷെ അത് ആ സമയത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു തരത്തിലായിരുന്നു കേട്ടോ. കാരണം അത്രയും പൊതുവായ സ്ഥലത്ത് നിന്ന് അവൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മേഡാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കല്യാണത്തിനെ കുറിച്ചൊക്കെ സുധീഷ് എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു, ഞാൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ
നമ്മളെ നിധിക്ക് എന്തോ പോലെ ആവുകട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ സുധീഷ് എന്തൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് അറിയില്ലല്ലോ. അപ്പം അതൊക്കെ എന്തിനാ ഇവിടെ പറഞ്ഞു എന്നുള്ള ലെവലിലാണ് അവൾ നോക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ സുധീഷിനും എന്തോ പോലെ ആയിട്ടോ, മേഡം എന്തിനാ ഈ സമയത്ത് ഇത് സംസാരിച്ചതെന്നുള്ള അവളും ചിന്തിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ നിധിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ട്. നമ്മൾ സുധീഷിനെ ഓട് ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ പേരിൽ. കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സുധീഷ് ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിലും വലുത് അവൾക്ക് ഒന്നുമില്ല. കാരണം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സർട്ടിഫിക്കറ്റ് കിട്ടുക, ജോലി കിട്ടുക, ഇതൊക്കെ ആയിരുന്നു അവളുടെ ആഗ്രഹം. ഇങ്ങോട്ട് വരുമ്പോഴുള്ള ലക്ഷ്യം തന്നെ അതായിരുന്നു. അതിൻ്റെ ഓരോന്നിൻ്റെയും ഭാഗമാകാൻ സുധീഷിന് കഴിഞ്ഞതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും എത്രയും വേഗം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിധിയുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടട്ടെ. അതിൻ്റെ പേരിൽ ഇനി യാതൊരുവിധ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കിട്ടെ. അങ്ങനെയാണെങ്കിൽ സുധീഷിനോട് കുറച്ചും കൂടി നിധിക്ക് ഇഷ്ടമൊക്കെ കൂടി വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നിധിയുടെ ഓരോ ഡ്രീംസും അച്ചീവ് ചെയ്യാൻ പറ്റുമ്പോൾ അത് സുധീഷിൻ്റെയും കൂടി ഒരു വിജയം കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ലവ് കുറച്ചും കൂടി രസകരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു. എന്തായാലും സുധീഷിൻ്റെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ, നിധിക്ക് നിധിയുടെ ലക്ഷ്യത്തിലെത്താനും സാധിക്കട്ടെ. എന്തായാലും ഇനി ഈ കിളിക്കൂട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.